എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലോട്ടസ് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ സെയിലിൻ്റെ വിവരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. വാട്ടർ പ്ലാന്റും വാട്ടർ ലില്ലിയുടെയൊക്കെ ഫ്ലവറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ ഒരു റെഡ് ലോട്ടസാണ്, റെഡ് പിയോണിയാണത്. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഫ്ലവറാണ് ഇത്. ട്രോപ്പിക്കൽ സൺസെറ്റാണ്. ആ ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. നല്ല മെച്ചേർഡായിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. അതിൻ്റെ ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ് നമുക്ക് തൈകളുണ്ടാകുന്നത്. അതിന് 250 രൂപയാണ്. ഇത് കുടമുല്ലയാണ്. കുടമുല്ല എന്നിപ്പോൾ നമുക്ക് സെയിലിനായിട്ടില്ല. ട്യൂബർ ആയതിനു ശേഷം സെയിലിനിടുന്നതായിരിക്കും. നമുക്ക് അമരിപ്പിയോണി ലോട്ടസിൻ്റെ ട്യൂബറുകൾ സെയിലിനായിട്ടുണ്ട്. വേണ്ടവർക്ക് ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന കൊളോക്കേഷ്യ പ്ലാന്റൊക്കെ ഉൾക്കൊണ്ട ഒരു വീഡിയോ ഉണ്ട്. 15 വാട്ടർ പ്ലാന്റാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 350 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം. അത് വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. പിന്നെ ഇത് ഇസ്ലാം മൊറയുടെ വാട്ടർ ലില്ലിയാണ്. ഇസ്ലാം മൊറയുടെ മിക്രാന്തയും കൂടി ഒരു ടബിനകത്തുള്ളതാണ്. അതൊക്കെ മിക്രാന്തയ്ക്ക് 80 രൂപയും ഇസ്ലാം മൊറയുടെക്ക് 130 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ ബ്ലൂ വിസിലിന് 150. ഇതിൻ്റെയൊക്കെ നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വാട്ടർ ലില്ലിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ചോദിക്കാം. പിന്നെ ഇതും മിക്രാന്തയാണ്. മിക്രാന്തയുടെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും റേറ്റൊക്കെ കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലീഫിൽ നിന്നൊക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ്. തുടക്കക്കാർക്ക് പറ്റിയ ഒരു വെറൈറ്റിയാണ്. പ്രത്യേകിച്ച് ഒരു കെയർ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല വെയിൽ വേണം വാട്ടർ ലില്ലിക്ക്, വാട്ടർ പ്ലാന്റിനും ലോട്ടസിനും ഒക്കെ. ലോട്ടസിനകത്ത് ഒക്കെ ഫ്ലവർ ഉണ്ടാകാനായിട്ട് നമുക്ക് നല്ല വെയിലാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ഇതൊരു പ്രത്യേക ടൈപ്പിലുള്ള വാട്ടർ പ്ലാന്റാണ്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റായിട്ട് ചെറിയ റേറ്റിന് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വാട്ടർ പ്ലാന്റൊക്കെ ചെറിയ റേറ്റിൽ വേണ്ടവർക്ക് 100 രൂപയ്ക്ക് വരെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കുറച്ച് വെറൈറ്റിയൊക്കെ. ഇത് അമരിക്കമേലിയാണ്. അമരിക്കമേലിയക്കകത്തൊക്കെ ഒരുപാട് ബഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയായാലും ഇപ്പം നമ്മുടെ പ്ലാന്റിലൊക്കെ ബഡൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാം പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അസോളയൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം മാറ്റണം. മഴ കാരണമാണ് ഇതൊന്നും നടക്കാത്തത്. പിന്നെ നമുക്ക് ഇസ്ലാം മൊറയുടെ മിക്രാന്തയൊക്കെ ഓരോ ടബിനകത്ത് തന്നെ ഒന്നിച്ച് നട്ടിരിക്കുകയാണ്. ഈ കാണുന്ന പ്ലാന്റ് നമുക്ക് സെയിൽ കൊടുക്കാനുള്ളതാണ്. മിക്രാന്തംബ്ലുവിൻ്റെ പ്ലാന്റുകൾ ഒരുപാട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ വാട്ടർ ലില്ലിയുടെയൊക്കെ കോംബോ ആയിട്ട് വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. എല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ്. ഇത് നിത്യകല്യാണി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി 2 ബഡ് കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ബഡാണ്, അതൊരു ചെറിയ ബഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഒരു വലിയ ഫ്ലവറായിരുന്നു നിത്യകല്യാണിക്കകത്ത്. ഇതൊക്കെ നല്ല വെറൈറ്റികളാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. വാട്ടർ ലില്ലിയുടെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്, നല്ല മെച്യൂരിറ്റി ഉള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്യൂബറിൽ നിന്ന് ലീഫിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ മഴയായാലും വലിയ നാശമൊന്നും പറ്റിയിട്ടില്ല. എല്ലാം ഒരുവിധമൊക്കെ ഫ്ലവറൊക്കെ ആയി ബഡും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ യെല്ലോ നെയ്യാമ്പലാണ്. യെല്ലോ നെയ്യാമ്പലിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കുഞ്ഞ് ഫ്ലവർ ഉണ്ടാകുന്ന സ്നോ ഫ്ലാക്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്, അതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പം വാട്ടർ പ്ലാന്റ് കോംബോയ്ക്കകത്ത് നമ്മളിതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നല്ല വെറൈറ്റി വാട്ടർ പ്ലാന്റുകളാണ്. പിന്നെ ഈ പിങ്ക് വാട്ടർ ലില്ലി നമുക്ക് സെയിലിനായിട്ടുണ്ട്. വേണ്ട കൂട്ടുകാർ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക.